നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ ധനകാര്യ ചരിത്രത്തിൽ അപൂർവമായൊരു കാവ്യനീതിക്ക് നാളെ നിയമസഭ സാക്ഷ്യം വഹിക്കും. അടിച്ചമർത്തലുകൾക്കും പാർശ്വവൽക്കരണങ്ങൾക്കും കാലം കരുതിവെച്ച അതിശക്തമായ ഒരു മധുര പ്രതികാരവുമായി സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തന്റെ കന്നി ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും. ഏറെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് കേരളത്തിലെ പല മേഖലകളും ഈ ഒരു ബജറ്റിനെ നോക്കിക്കാണുന്നത്. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം ചരിത്രപരമായിട്ടുള്ള വിജയം കുറിച്ചുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിലേറിയത്. അതിനുശേഷം ഏറെ പ്രതീക്ഷയോടെ അവതരിപ്പിക്കുന്ന ബജറ്റ് കൂടിയാണ്. എന്തൊക്കെയായിരിക്കും ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിസ്മയങ്ങൾ എന്നുള്ളത് അറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വെറുമൊരു ഭരണാധികാരിയായല്ല, മറിച്ച് തനിക്ക് നേരെ ഉയർന്ന പല രാഷ്ട്രീയ വെല്ലുവിളികളെയും തഴയലുകളെയും ജനപിന്തുണയുടെ കരുത്തിൽ മറികടന്ന് ധനവകുപ്പിന്റെ ചെങ്കോലും കൈകളിലേന്തിയാണ് സതീശൻ നാളെ ജനങ്ങളിലേക്ക് ബജറ്റുമായി എത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയങ്ങളിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന കടുത്ത ജനക്ഷേമ നയങ്ങളും കരുതലും വികസന പ്രതീക്ഷകളും നിറഞ്ഞ ഒരു മാതൃക ധനനയ രേഖയാണ് വി.ഡി. സതീശന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. കൃത്യം 15 വർഷം മുമ്പുള്ള ഒരു രാഷ്ട്രീയ ഫ്ലാഷ് ബാക്കിലേക്ക് കണ്ണോടിച്ചാൽ മാത്രമേ നാളത്തെ ബജറ്റ് അവതരണത്തിന്റെ ഗരിമ മനസ്സിലാകൂ. 2011 UDF സർക്കാരിന്റെ കാലത്ത് കേരളം മുഴുവൻ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പിച്ചു പ്രതീക്ഷിച്ചിരുന്ന ഒരേയൊരു പേര് വി.ഡി. സതീശന്റേതായിരുന്നു. 2006 to 2011 കാലത്തെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ ലോട്ടറി അഴിമതി അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സിംഹഗർജനത്തോടെ തുറന്നു കാട്ടിയതും വി.ഡി. സതീശനായിരുന്നു. ലോട്ടറി മാഫിയക്കെതിരെയും അഴിമതികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിലാണ് അന്ന് UDF അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ അന്ന് മുന്നണിയിലെയും പാർട്ടിയിലെയും ചില സങ്കീർണമായ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ വി.ഡി. സതീശന് മന്ത്രിസഭയിൽ ഇടം പോലും നൽകാതെ ചിലർ വെട്ടിനിരത്തി. എന്നാൽ കാലം അത്രമേൽ മനോഹരമായ ഒരു തിരിച്ചുവരവാണ് വി.ഡി. സതീശനായി കാത്തുവച്ചിരുന്നത്. 2021 കനത്ത തോൽവിയോടെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലപ്പെടുത്തി. ഈ ഒരു തീരുമാനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാഗതയും തന്നെ മാറ്റിമറിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ നയിച്ച സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ഭരണ തുടർച്ചയാണ് സമ്മാനിച്ചത്. അന്ന് ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ധനവകുപ്പും സ്വന്തം കൈകളിൽ നിലനിർത്തി നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ നീതിയാവുകയാണ്. രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സംഘവും ധനകാര്യ നിയമവകുപ്പ് മന്ത്രിയുമായിരുന്ന KT ജോർജിന് ശേഷം വീണ്ടും ഒരു പറവൂരുകാരൻ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രാദേശികമായ പ്രത്യേകതയും ഇത്തവണയുണ്ട്. 1972 ഫെബ്രുവരി 25 KT ജോർജ് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. കൃത്യം 54 വർഷങ്ങൾക്ക് ശേഷമാണ് പറവൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തന്റെ ആദ്യ ധനനയ രേഖ സഭയിൽ സമർപ്പിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന 3ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന അപൂർവ ബഹുമതിയും വി.ഡി. സതീശന് സ്വന്തമാകും. ഇതിനു മുമ്പ് R. ശങ്കർ 1963 to 64, ഉമ്മൻചാണ്ടി 2016 to 17 എന്നീ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 1ാം EMS മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ സംസ്ഥാനത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതും 1957 ജൂൺ 7 കൃത്യം 69 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജൂൺ മാസത്തിൽ സംസ്ഥാനത്തിന്റെ 79ാമത് ബജറ്റാണ് വി.ഡി. സതീശൻ നാളെ അവതരിപ്പിക്കുന്നത്. പ്രതികാര ബുദ്ധിയോടെയല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലോടെ നാളത്തെ ബജറ്റിനെ സതീശൻ സമീപിക്കുമ്പോൾ കേരളം വലിയൊരു പ്രതീക്ഷയിലാണ്. സംസ്ഥാനത്തെ പൊതുമേഖലാ കമ്പനികളെ പ്രൊഫഷണലൈസ് ചെയ്ത് ഓഹരി പങ്കാളിത്തം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കേരള ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചെറുകിട നിക്ഷേപകർ. ചരക്ക് സേവന നികുതി നിലവിൽ വന്നതോടെ നികുതി സമാഹരണത്തിന് സാധ്യതകൾ മങ്ങിയതിനാൽ നികുതി ഇതര വരുമാനത്തിൽ ശ്രദ്ധയൂന്നാൻ ധനമന്ത്രി നിർബന്ധിതനാകും. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ
പദ്ധതിയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 10% ഓഹരികൾ ചെറുകിട നിക്ഷേപകർക്കും പ്രവാസികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കിയാൽ പ്രതിവർഷം 5000 കോടി രൂപയിലധികം സമാഹരിക്കാനാകുമെന്നാണ് കൊച്ചിയിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും ധനകാര്യ വിദഗ്ധനുമായ സുരേഷ് ഗോപിനാഥൻ പറഞ്ഞത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വിപുലമായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലധനം കണ്ടെത്താൻ ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിപണി മൂല്യം ഉയർത്താനാകുമെന്നതും നേട്ടമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള 28 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭമുണ്ടാക്കിയത്. ഇക്കാലയളവിൽ വിറ്റുവരവ് ഉയർത്താനും ലാഭക്ഷമത മെച്ചപ്പെടുത്താനും കമ്പനികൾക്ക് സാധിച്ചു. അടുത്ത ഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് രൂപപ്പെടുത്താനും പ്രവർത്തന വിപുലീകരിക്കാനും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യ മേഖലയുമായി കൈകോർത്ത് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്സ് ലിമിറ്റഡ് അതായത് സിയാൽ രാജ്യത്തിന് തന്നെ മികച്ച മാതൃകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ 1994 രൂപീകരിച്ച സിയാലിന്റെ നിലവിലെ വിപണി മൂല്യം 25,000 കോടി രൂപയിലധികമാണെന്ന് വിലയിരുത്തുന്നു. ഓഹരികൾ ഇതുവരെ വിപണിയിൽ ലിസ്റ്റ് ചെയ്യാത്തതിനാൽ കൃത്യമായ മൂല്യം ഇതുവരെ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കമ്പനിയിൽ 33.38% ഓഹരി പങ്കാളിത്തമാണുള്ളത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് 1 മാസം തികയാണ്. അത് കഴിഞ്ഞ് നാളെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ 1 മാസം എന്ന് പറയുന്നത് ജനങ്ങളേറെ ഇരുകൈ നീട്ടിയാണ് പല പ്രവർത്തനങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിൽ അടക്കം വി.ഡി. സതീശന് ഭയങ്കരമായിട്ടുള്ള ഒരു പിന്തുണ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറ കുട്ടികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നതും കാണാനായിട്ട് സാധിക്കും. വ്യവസായികൾക്കും സംരംഭകർക്കും പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകുന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനം. തുടക്കം ശുഭകരമാണ്. കേരളം കാത്തിരുന്ന മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശനിലൂടെ ലഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ മാതൃകാപരമായ പദ്ധതിയാണ്. പുതുതലമുറയെ വലിയ വിപത്തിൽ നിന്ന് രക്ഷിച്ച് നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയെ അഭിനന്ദിക്കുന്നു. അധ്യാപകർക്കും ലഹരി വ്യാപനവും കച്ചവടവും തടയുന്നതിനും പരിമിതികളുണ്ട്. സർക്കാർ പിന്തുണച്ചാലേ സജീവമായി ഇടപെടാനാകൂ. ആ സർക്കാർ പിന്തുണയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് വി.ഡി. സതീശൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നത്.